പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയും. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലും ഈ പ്രഭാതത്തിലും ബലിയർപ്പിക്കാനുള്ള ആരോഗ്യവും അവസരവും അതിനുള്ള ഭാഗ്യവും ദൈവം തന്നു. യോസിയിൽ പോയി ജയിൽ മിനിസ്ട്രിയിലെ ആ പുരോഹിതൻ നല്ലൊരു പാട്ട് കുർബാന, സിനഡ് കുർബാന ചൊല്ലി അതിൽ പങ്കെടുത്തിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വിമതരായിട്ടുള്ള കുറേ വൈദികർ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പിതാക്കന്മാരോടാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. വിമതരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ സഹായിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന പിതാക്കന്മാരെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ പിതാക്കന്മാരാണല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സിനഡ് പറയാത്തൊരു കുർബാന നിങ്ങൾക്ക് ചെല്ലാൻ? സിനഡ് പറയാത്തൊരു കുർബാന, ഇൻലിസിറ്റായിട്ടൊരു കുർബാന ചെല്ലാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ചെല്ലില്ല. നിങ്ങൾ ചെല്ലില്ല. ചെല്ലിയാൽ നിങ്ങളുടെ കുപ്പായം കീറും, ഇരിക്കുന്ന കസേര പോകും. നിങ്ങൾ ലോകത്തെവിടെ പോയാലും സിനഡ് കുർബാന മാത്രമേ ചെല്ലുകയുള്ളൂ. എന്നിട്ട് ഈ പാവം പിടിച്ച പുരോഹിതരെ ഇട്ട് തട്ടിക്കളിക്കുന്നത് കഷ്ടമാണേ. കഷ്ടമെന്നല്ല, മഹാകഷ്ടമാണ്. എന്ത് കഷ്ടമാണെന്നൊന്ന് ചിന്തിച്ച് നോക്ക്. മറ്റൊരു സഭയിലെ, കത്തോലിക്ക സഭയിൽ തന്നെ വേറൊരു വിഭാഗത്തിൽ ഒരച്ഛൻ എന്നോട്, അതിപ്പോൾ ഇങ്ങനെ അങ്ങ് ചെല്ലിയല്ലേ എന്നെ കുഴപ്പം. ഞാൻ പറഞ്ഞെന്ന അച്ഛനൊന്ന് തിരിഞ്ഞു നിന്നയല്ലേ. അച്ഛൻ ഇപ്പോൾ ചെല്ലുന്നതിന് നേരെ ഒന്ന് തിരിഞ്ഞു നിന്നത് കുർബാന ചെല്ലേ. അച്ഛൻ എവിടെ നിൽക്കുമെന്ന് കാണാം. നിങ്ങളുടെ സഭ നിങ്ങളോട് എന്ത് ചെയ്തുമെന്ന് കാണാം. അല്ല, ഞാനങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ സഭ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ട്, ഉള്ള സമാധാനം കളയാതിരിക്കാൻ വേണ്ടി നിങ്ങളനുസരിച്ചുകൊണ്ട് നിൽക്കും. അയൽവക്കത്തെ വീട്ടിൽ സമാധാനം കളയാൻ അവിടെ കലഹമുണ്ടാക്കുന്നവർക്ക് കൂട്ടു നിൽക്കുന്ന പുരോഹിതൻ കഷ്ടമാച്ചാ, ഇങ്ങനൊന്നും പറയല്ലേന്ന് പറഞ്ഞു. ഇവരോട് അങ്ങനല്ല കുഞ്ഞോൻ ബ്രദറെ. ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛനോട് മത്സരിക്കാനില്ല എന്നും പറഞ്ഞ് പിടി വിട്ടേച്ചിഞ്ഞു പോന്നു. ഇതാണ് എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകണം. എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ എനിക്കിഷ്ടമില്ലെങ്കിലും ഞാൻ ആര് പറയുന്നതനുസരിക്കും. പക്ഷേ അയൽപക്കത്തെ വീട്ടിലെ സമാധാനം കൂടെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അയൽപക്കത്തെ വീട്ടിലെ കലഹിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വൈദികരുണ്ട്. എന്തിനെ കൂടെ നിൽക്കുന്ന പിതാക്കന്മാരുണ്ടല്ലോ, ഈ 5 പിതാക്കന്മാർ, 5 മുദ്രകളായിട്ട് അങ്ങനെ നിൽക്കുകയല്ലേ. കൊന്നെടുക്കാൻ പറഞ്ഞാൽ, പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന തരത്തിൽ സാത്താൻ അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, കൃത്യമായിട്ടും ഇത് സഭയുടെ വഴിയെ വരും. വരാത്തവനൊക്കെ വഴി പിരിഞ്ഞു പോകും. അത്രയേ ഉള്ളൂ സംഭവം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. ജന്മം മുഴുവൻ ദൈവത്തിന് തീരെഴുതി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് കുറെ കഴിയുമ്പോൾ അധികാരം കിട്ടി, ആരോഗ്യം കിട്ടി, വിദ്യാഭ്യാസം കിട്ടി, പദവി കിട്ടി, വികാരിയായി അങ്ങനെ വളർന്നു വന്ന് നല്ല കസേര കിട്ടി. ഇവൻ്റെയൊക്കെ കുപ്പായത്തെ ചെളി പറ്റാത്തതാണ് കുഴപ്പം. ലോകത്തിൻ്റെ ചെളിയല്ല, സ്നേഹത്തിൻ്റെ ചെളിയുണ്ട് കേട്ടോ. സ്നേഹത്തിൻ്റെ ചെളി പറ്റാത്തതാണ് കുഴപ്പം. ഇവനിലൊക്കെ സ്നേഹമുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇവനിലൊന്നും സ്നേഹമില്ല. ഈ കാലഘട്ടത്തിൽ വേണ്ടത് സത്യമായും കരുണയാണ് ആവശ്യം. കരുണ കൊടുക്കാൻ ഇവൻ്റെ ഇല്ല, അവൻ്റെ പോക്കറ്റിലില്ല. അവൻ്റെ പോക്കറ്റിൽ സ്നേഹം പെറുക്കിയിട്ടേക്കുക, അധികാരം പെറുക്കിയിട്ടേക്കുക, ആരോഗ്യം പെറുക്കിയിട്ടേക്കുക, സമ്പത്ത് പെറുക്കിയിട്ടേക്കുക, സ്ഥാനമാനങ്ങൾ പെറുക്കിയിട്ടേക്കുക. ആ പോക്കറ്റിൽ സ്റ്റോക്ക് ഉള്ളതല്ലേ എടുത്ത് തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അധികാരത്തിൻ്റെ തിന്മ പ്രവർത്തിച്ചുകൊണ്ട് നാശത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ പറയാൻ സങ്കടമുണ്ട് കേട്ടോ. ഏതായാലും എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ഈ ഭൂമിയിലുള്ള ഈ വഴിവിട്ട് പോകണവൻ്റെ പുറകെ പോകാൻ താല്പര്യമില്ല. അതിനും 10 പേരേ ഉള്ളില്ല. 10 പേരുടെ കൂട്ടത്തിൽ ഞാനും നിൽക്കും സഭയോട് ചേർന്ന്. സഭയുടെ ബലി അർപ്പിക്കാൻ കഴിയാത്ത പുരോഹിതരെ എത്രയും വേഗം ഈ പദവി ഒഴിവാക്കി കുപ്പായ ഊരി വേറെ എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിക്ക് പോകും. ഇപ്പോൾ കൂലിപ്പണിക്ക് നല്ല കാശ് കിട്ടും കേട്ടോ. സഭ തരുന്ന ശമ്പളത്തെക്കാളൊക്കെ കൂടുതൽ കിട്ടും. പിന്നെ കട്ടെടുത്താലല്ലേ കൂടുതൽ കിട്ടത്തുള്ളൂ. അങ്ങനെയാണല്ലോ പലയിടത്തും കാണുന്നത്.
ഏതായാലും സങ്കടത്തോടെ പറയട്ടെ, നിങ്ങളുടെ ഈ തിന്മയൊന്ന് അവസാനിപ്പിച്ചാൽ ഞങ്ങൾക്കും സന്തോഷമാകും. ഒരു മാനസാന്തരത്തിൻ്റെ പുത്രനെ കാണാൻ, കർത്താവിൻ്റെ ബലി അർപ്പിക്കാൻ, കർത്താവിൻ്റെ ബലിപീഠത്തിൽ സ്നേഹത്തോടെ വന്ന് നിന്ന് ബലി അർപ്പിക്കാൻ, ധാർഷ്ട്യത്തോടെ ബലി അർപ്പിക്കുന്നതല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടുവരാൻ കഴിയുന്ന ബലി അർപ്പിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഇത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കൊള്ളട്ടെ, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കൊള്ളട്ടെ. ആരും വേദനിപ്പിക്കാനല്ല, മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ്. ആമേൻ.